വെൽക്കം ടു ജിജി ടോഡിയോ ടെക്. അപ്പൊ നമ്മുടെ എംഐ ബോക്സിന്റെ ഒരു ടെസ്റ്റിംഗ് വീഡിയോ ആണ് ഇപ്പൊ ചെയ്യാൻ പോകുന്നത്. കുറച്ച് ഡിലേ ആയി, ക്ഷമിക്കുക എല്ലാവരും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നേരിട്ട് വീഡിയോയിലേക്ക്. നമ്മുടെ എംഐ ബോക്സിനെ പ്രൊജക്ടറുമായിട്ട് കണക്ട് ചെയ്തിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിതിൻ്റെ HDMI പോർട്ട്, അതായത് പ്രൊജക്ടറിൻ്റെ HDMI പോർട്ടിൽ നിന്നും നമ്മുടെ എംഐ ബോക്സിൻ്റെ HDMIയിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക. ഓൾറെഡി അതിൻ്റെ കേബിൾ നമ്മുടെ കൂട്ടത്തിൽ വന്നിട്ടുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കണം. പിന്നെ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പവറാണ്. അതിൻ്റെ പവർ കൊടുക്കുന്നതിന് വേണ്ടി എംഐ ബോക്സിൻ്റെ അവിടെ പവർ അഡാപ്റ്റർ എന്താ പറയുക വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൽ നിന്നുള്ള കണക്ട് ചെയ്തിട്ട് ആ വയർ നമ്മളെടുത്തിട്ട് ഈ ഒരു എംഐ ബോക്സിൻ്റെ പവർ ഇനിൽ കൊടുക്കുക. പിന്നെ USB ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ പെൻഡ്രൈവ് ഏതെങ്കിലും കണക്ട് ചെയ്തിടാം. ഞാൻ ജസ്റ്റ് ഒരു എന്താ പറയുക പെൻഡ്രൈവ് ഒന്ന് കണക്ട് ചെയ്തിടുകയാണ്. ഓക്കെ, അപ്പോൾ ഇത് പ്ലേ ബ്രാൻഡിൽ വന്നിട്ടുള്ള RD803 എന്ന പ്രൊജക്ടറാണ്. ഈ ഒരു പ്രൊജക്ടർ ഓൾറെഡി നമ്മൾ റിവ്യൂ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. നിങ്ങളെല്ലാവരും കണ്ടു കാണും ഈ ഒരു വീഡിയോ, അല്ലെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. MI ബോക്സിനെ നമ്മുടെ ഓഡിയോ റഷയെ കണക്ട് ചെയ്തിട്ട് ഒരു ഓഡിയോയും അതുപോലെ തന്നെ വീഡിയോ ഒക്കെ ടെസ്റ്റ് ചെയ്യാൻ കരുതിയിരുന്നതാണ്. പക്ഷേ ആ കേബിൾ കിട്ടാൻ ഡിലേ ആയതുകൊണ്ട് ഞാനിപ്പോൾ ഒരു വീഡിയോ ടെസ്റ്റ് മാത്രം ചെയ്യണം. ഇപ്പോൾ ഓഡിയോ എടുത്തിരിക്കുന്നത് പ്രൊജക്ടറിൻ്റെ ഔട്ടിൽ നിന്നാണ് നമ്മൾ ഓഡിയോ ആംപ്ലിഫയർ സ്റ്റീരിയോ ആംപ്ലിഫയറിലേക്ക് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, നമുക്ക് തന്നെ പവർ ഓൺ ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയാണെന്ന്. ഓക്കെ, നമ്മൾ റിമോട്ടിൽ ബാറ്ററി ഇട്ട് റെഡിയാക്കി വയ്ക്കുക. എന്നിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇത് പെയർ ആയില്ല എങ്കിൽ നമ്മൾ ഇതുപോലെ MI ബോക്സിൻ്റെ 8 ഇഞ്ച് അടുത്ത് കൊണ്ടുവന്നിട്ട് നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ ബട്ടൺ അതുപോലെ തന്നെ 0 ബട്ടൺ ഹോൾഡ് ചെയ്ത് പിടിക്കുക. അപ്പോൾ അത് പെയർ ആവുന്നതാണ്. ഞാനിത് ഓൺ ചെയ്തപ്പോൾ ഓൾറെഡി പെയർഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകും. ഓരോ സ്ക്രീനിൽ ഓരോരോ കാര്യങ്ങൾ കാണിക്കും. അതായത് കൺട്രി സെലക്ട് ചെയ്യാൻ, ലാംഗ്വേജ് സെലക്ട് ചെയ്യാനൊക്കെ കാണിക്കും. അപ്പോൾ നമ്മളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിൽ വൈഫൈ കണക്ട് ചെയ്യുന്നതിനും അതുപോലെ തന്നെ ഗൂഗിൾ അക്കൗണ്ടും അതുപോലെ തന്നെ ഏതെങ്കിലും മൊബൈൽ ഡിവൈസ് വഴി കണക്ട് ചെയ്യുന്നതൊക്കെ ചോദിച്ചിരുന്നു. ഞാൻ വേഗം ഹോം സ്ക്രീനിൽ എത്തുന്നതിന് വേണ്ടിയിട്ട് ഇതെല്ലാം സ്കിപ്പ് ചെയ്ത് കളയുകയാണ് ചെയ്തത്. ഇതിൽ ഡിഫോൾട്ടായിട്ട് വളരെ കുറച്ച് ആപ്ലിക്കേഷൻസ് മാത്രമേ ഉള്ളൂ. നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പ്രൈം, യൂട്യൂബ് പോലുള്ള ചില ആപ്ലിക്കേഷൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പ്ലേ സ്റ്റോർ ഉപയോഗിച്ച് ഇതിൽ കൂടുതൽ ആപ്ലിക്കേഷൻസ് എന്താ പറയുക ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി നോക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി ഇതിൽ സൈൻ ഇൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മൾ സൈൻ ഇൻ പ്ലേ സ്റ്റോർ കണക്ട് ചെയ്യുമ്പോൾ തന്നെ സൈൻ ഇൻ ഓപ്ഷൻ ചോദിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ സൈൻ ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചില്ല. കാരണം ഇത് നെറ്റ് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ സെറ്റിങ്സിൽ പോയിട്ട് നെറ്റ് കണക്ട് ചെയ്യണം. ഇപ്പോൾ ഓൾറെഡി ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് ഇതിൽ ചോദിച്ചിട്ടുണ്ട്, ഒരു എന്താ പറയുക അപ്ഡേറ്റ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്യുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ നെറ്റ് ഭയങ്കര സ്ലോ നെറ്റാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് അത് ഞാനിപ്പോൾ തൽക്കാലം ചെയ്യുന്നില്ല. ഇവിടെ നമ്മൾ വൈഫൈ ഉപയോഗിച്ച് വൈഫൈ കണക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഫോണിൻ്റെ ഹോട്ട്സ്പോട്ട് ഉപയോഗിച്ചിട്ട് വൈഫൈ ഞാൻ ഷെയർ ചെയ്താണ് ഇതിലായിട്ട്. ഓക്കെ, അപ്പോൾ അത് കണക്റ്റഡ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്താ പറയുക പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് നമുക്ക് വേണ്ട ആപ്ലിക്കേഷൻസൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാം. നമ്മൾ ഗെറ്റ് മോർ ആപ്ലിക്കേഷൻസ് പറഞ്ഞിട്ട് ടോപ്പ് സൈഡിൽ ലെഫ്റ്റായിട്ട് കാണുന്നുണ്ട് ആപ്ലിക്കേഷൻ മെനുവിൽ. നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ഈ സൈൻ ഇൻ നമുക്ക് ചോദിക്കും. അപ്പോൾ അതിൽ സൈൻ ഇൻ ക്ലിക്ക് ചെയ്യുക. നമുക്ക് നമ്മുടെ Gmail അല്ലെങ്കിൽ ഗൂഗിൾ IDയും പാസ്വേഡും ഉപയോഗിച്ച് ഇതിലേക്ക് സൈൻ ഇൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ താഴത്ത് ഒരു ഓൺ സ്ക്രീൻ കീബോർഡ് കാണിക്കുന്നുണ്ട്. നമ്മുടെ റിമോട്ടിൽ നമ്മൾ ലെഫ്റ്റ് റൈറ്റ് അപ്പ് ഡൗൺ ഒക്കെ സെലക്ട് ചെയ്തിട്ട് നമുക്കിത് ലെറ്റേഴ്സ് സെലക്ട് ചെയ്യാവുന്നതാണ്, ടൈപ്പ് ചെയ്യാവുന്നതാണ്. ഗൂഗിൾ പ്ലേയുടെ ടേംസ് ഓഫ് സർവീസ് നമ്മൾ അക്സെപ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ പ്ലേ സ്റ്റോറിലേക്ക് കയറാവുന്നതാണ്. അതിൻ്റെ ടോപ്പ് സൈഡിൽ റൈറ്റ് സൈഡായിട്ടൊരു സെർച്ച് ബട്ടൺ കാണും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ സ്ക്രീൻ കീബോർഡ് വരും. ആ കീബോർഡിൽ നമുക്ക് സെലക്ട് ചെയ്തിട്ട് എന്ത് വേണമെങ്കിൽ സെർച്ച് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു ഫയൽ എക്സ്പ്ലോററാണ് ആദ്യം ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമുക്കൊരു ഡിഫാൾട്ട് ഫയൽ എക്സ്പ്ലോറർ എന്ന് വെച്ചിട്ട് FX ഫയൽ എക്സ്പ്ലോറർ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് FX ഒന്ന് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുമ്പോൾ തന്നെ അവിടെ എന്താ പറയുക അത് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്കത് ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. പിന്നെ ഞാൻ അതിനകത്ത് VLC മീഡിയ പ്ലെയർ, കോഡി പ്ലെയർ, MX പ്ലെയർ തുടങ്ങിയ പ്ലെയറുകളൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. കാരണം നമുക്ക് ഏതെങ്കിലും ഫോർമാറ്റ് വർക്കാതെ തിരുന്നു കഴിഞ്ഞാൽ ഇത് ഏതെങ്കിലും പ്ലെയറിലൂടെ നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാമെന്ന് കരുതിയിട്ടാണ് ഞാനതെല്ലാം ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ അത്യാവശ്യം എല്ലാ സെറ്റിങ്സായി. എൻ്റെ കയ്യിലൊരു 500 GB ഹാർഡ് ഡിസ്ക് ഉണ്ട്. അപ്പം ഞാൻ ഈ MI ബോക്സിലേക്ക് ഒന്ന് കണക്ട് ചെയ്യാൻ പോവാണ്. ഇതെങ്ങനെ എടുക്കും എന്നതിനെക്കുറിച്ച് നോക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതിൽ 1 TB 2 TB ഒക്കെ എടുക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ എങ്കിലും നമുക്ക് ഇതെങ്ങനെയാണ് ചെക്ക് ചെയ്യണമെന്നതിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഞാനിത് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് ഞാനത് FX ഫയൽ എക്സ്പ്ലോറർ വഴിയാണ് ഇത് ഓപ്പൺ ചെയ്യാൻ നോക്കുന്നത്. ഓക്കെ,
ഫയൽ എക്സ്പ്ലോറർ ഓപ്പണായി വന്നിട്ടുണ്ട്. ഇതിനകത്ത് USB ഡ്രൈവ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് കണക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഹാർഡ് ഡിസ്ക് റീഡ് ആവുന്നില്ല. പിന്നെ മീഡിയ കാർഡ് എന്ന് പറഞ്ഞിട്ട് റൈറ്റ് സൈഡിൽ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് നോക്കിയപ്പോഴാണ് നമുക്കിത് ഓപ്പണായി വന്നത്. നമ്മുടെ ഹാർഡ് ഡിസ്ക് റീഡ് ആവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ നമുക്കൊരു ഫിലിം ഒന്ന് ജസ്റ്റ് ഒരു HD ഫിലിം ഒന്ന് കണ്ടു നോക്കാം എങ്ങനെയുണ്ടെന്ന്. പക്ഷേ അത്യാവശ്യം ഫാസ്റ്റ് ആയിട്ട് തന്നെ ഹാർഡ് ഡിസ്ക് കണക്ട് ചെയ്തിട്ടും എന്താ പറയുക ഡിലേ ഒന്നുമില്ല. അതാണ് അതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു ഗുണം. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മളതിലേക്ക് ഒരു ഫിലിം ലോഡ് ചെയ്തിട്ടുണ്ട്. ഒരു HD ഫിലിം തന്നെയാണ്, ഫുൾ HD തന്നെയാണ്. ഓക്കെ, അപ്പോൾ അത്യാവശ്യം നല്ല ക്ലാരിറ്റി തന്നെ അത് ലാഗൊന്നുമില്ലാതെ തന്നെ അടിപൊളിയായിട്ട് പ്ലേ ആവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഹാർഡ് ഡിസ്ക് സൂപ്പറായിട്ട് റീഡ് ചെയ്യാന്നുള്ളത് മനസ്സിലായി. ഓക്കെ, ഇനി നമ്മൾ ഈ MI ബോക്സ് കൊടുത്തിട്ടുള്ളത് നമ്മുടെ RD803 എന്ന പ്രൊജക്ടറിലേക്കാണ്. ശരിക്കും അതൊരു ഫുൾ HD പ്രൊജക്ടർ അല്ല, എന്നിട്ട് പോലും അതിൻ്റെ പക്ക ക്ലാരിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. എന്താ പറയുക, നമുക്ക് അടിപൊളിയായിട്ട് തന്നെ അത് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു MI ബോക്സ് ആണെങ്കിലും ഈ പ്രൊജക്ടർ ആണെങ്കിലും നമുക്ക് എന്താ പറയുക അടിപൊളി മാച്ചിങ് ആണ്. പ്രൊജക്ടറിൽ ആൻഡ്രോയിഡ് ഇല്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ആ പ്രശ്നം നമുക്ക് ഇതുപോലെ MI ബോക്സോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഏതെങ്കിലും ആൻഡ്രോയിഡ് ബോക്സ് കണക്ട് ചെയ്തിട്ട് പരിഹരിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് HD ഫയൽസുകളാണ്. HD ഫയൽസൊക്കെ അത്യാവശ്യം നല്ല ക്ലാരിറ്റി തന്നെ എടുക്കുന്നുണ്ട്. പ്രശ്നങ്ങളൊന്നും ലാഗോ ഡിലേ ഒന്നും കാണിക്കുന്നില്ല. കോപ്പിറൈറ്റ് പ്രശ്നം വരും എന്നുള്ളതുകൊണ്ടേ ഞാൻ ഒരുപാട് ഫയൽസ് ഒന്നും പ്ലേ ചെയ്ത് കാണിക്കുന്നില്ല. പക്ഷെ ഞാനെല്ലാം നോക്കിയായിരുന്നു, അത്യാവശ്യം നല്ല പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ OTT പ്ലാറ്റ്ഫോമിലൊന്നും സൈൻ ഇൻ ചെയ്യാത്തതുകൊണ്ടും അതുപോലെ തന്നെ ഇവിടെ നെറ്റ്വർക്ക് വലിയ സ്പീഡില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ തൽക്കാലം യൂട്യൂബിലേക്കാണ് ഒന്ന് കയറി നോക്കാൻ പോകുന്നത്. അപ്പോൾ യൂട്യൂബിൽ ക്ലിക്ക് ചെയ്തു, യൂട്യൂബ് ലോഡാവുന്നുണ്ട്. ഇത് വളരെ പതുക്കെയാണ് ലോഡാവുന്നത്. ഓക്കെ, അതിൽ വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ എന്താ വെച്ച് കഴിഞ്ഞാൽ നെറ്റ്വർക്കിൻ്റെ ഒരു പ്രശ്നം കാരണമാണ്. ഞാൻ മൊബൈലിൻ്റെ നെറ്റ് ഹോട്ട്സ്പോട്ട് ഉപയോഗിച്ച് ഷെയർ ചെയ്തിരിക്കുകയായിരുന്നല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം. ഓക്കെ, അപ്പോൾ എന്തായാലും ലോഡായി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ തന്നെ ചാനലിൻ്റെ ഒരു വീഡിയോ തന്നെ ആദ്യം ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ നമ്മൾ എന്ത് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് ക്രോം കാസ്റ്റിംഗ് അല്ലെങ്കിൽ കാസ്റ്റിംഗ് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. നമ്മളൊരു ഫോണും അതുപോലെ തന്നെ ഒരു നമ്മുടെ MI ബോക്സും തമ്മിൽ ഒരു മോഡത്തിൽ, ഒരു വൈഫൈ മോഡത്തിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്കിനകത്ത് ആണ് കണക്ട് ചെയ്തിരിക്കുന്നത് മാത്രമാണ് ഈ കാസ്റ്റിംഗ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളൊരു വീഡിയോ എടുത്തു, യൂട്യൂബിൽ നിന്നുള്ളൊരു വീഡിയോ ആണ് ഇപ്പോൾ പ്ലേ ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടോപ്പിലായിട്ടൊരു സിമ്പിൾ കാണാം, അത് കാസ്റ്റിങ്ങിൻ്റെ സിമ്പിളാണ്. നമ്മളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരേ നെറ്റ്വർക്ക് കണക്ട് കൊടുത്തുകൊണ്ട് തന്നെ ഇവിടെ MI ബോക്സ് എന്നും അല്ലെങ്കിൽ ലൈവ് TV പറഞ്ഞിട്ട് വേറൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ MI ബോക്സ് നമ്മൾ ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ MI ബോക്സ് നമ്മുടെ പ്രൊജക്ടറിലോട്ട് കണക്ട് ചെയ്ത് വെച്ചുകൊണ്ട് നമ്മുടെ സ്ക്രീനിലേക്ക് അത് വരുന്നതാണ്. കുറച്ച് സമയം എടുക്കുന്നുണ്ട്, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നെറ്റ്വർക്ക് സ്ലോ ആണ്, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നല്ലൊരു മോഡൽ നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് കാസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ഫോണിൽ എന്താ കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പ്ലേയിങ് ഓൺ MI ബോക്സ് എന്ന് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കിനി ഏത് പേജിലേക്കും പോകാം. നമുക്ക് ഫ്രണ്ട് പേജിലേക്ക് മെനുവിലേക്കോ നമ്മൾ ചാറ്റ് ചെയ്യുകയൊക്കെ ചെയ്താലും ഇത് ബാക്ക്ഗ്രൗണ്ടിൽ ഈ ഒരു കാസ്റ്റിംഗ് പ്ലേ ആയിക്കൊണ്ടേയിരിക്കും. അതാണ്, അത് കഴിയുന്നവരെ ഈ കാസ്റ്റിംഗ് പ്ലേ ആവും എന്നുള്ളതാണ്. ബാക്ക്ഗ്രൗണ്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാസ്റ്റിംഗ് നമുക്ക് പെട്ടെന്ന് എങ്ങനെ ഓഫാക്കാം എന്നാണ് ഇപ്പോൾ നോക്കാൻ പോകുന്നത്. അതിനായിട്ട് നോട്ടിഫിക്കേഷൻ ബാർ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് യൂട്യൂബ് MI ബോക്സ് എന്ന് കാണിക്കും. അവിടെ പോസ്, മ്യൂട്ട്, അതുപോലെ തന്നെ സ്റ്റോപ്പ് ബട്ടൺ ഉണ്ട്. അതിൽ സ്റ്റോപ്പ് ബട്ടൺ പ്രസ് ചെയ്താൽ മാത്രം മതി, ഈ കാസ്റ്റിംഗ് ഓട്ടോമാറ്റിക് ഓഫ് ആയിക്കോളും. ഓക്കെ, അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. പിന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷെ വലിയ എന്താ പറയാ, നിങ്ങൾക്ക് എന്താണ് അറിയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു കമന്റ് ആയിട്ട് ഇവിടെ രേഖപ്പെടുത്തുകയാണെങ്കിൽ ഞാനത് പിന്നീട് അതെല്ലാം കൂടി ചേർത്തിട്ട് ഒരു വീഡിയോ ആയിട്ടാണ് ചെയ്യാവുന്നതാണ്. ഓക്കെ, പിന്നെ എന്താ പറയാ, വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ഇതിന്റെ സൗണ്ട് ടെസ്റ്റുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഉടൻ തന്നെ ആ വീഡിയോ വരുന്നതാണ്. അപ്പോൾ അതുവരേക്കും ബൈ.